കുഞ്ഞലക്ഷ്മി അമ്മ മരിച്ചു. കുഞ്ഞലക്ഷ്മി നിങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വേദനയിലാഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ മോളും ഈ നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈശ്വര നിശ്ചയം അതായിരിക്കും. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്കാണെങ്കിൽ വയസ്സായി. അവരെ എത്ര നിർബന്ധിച്ചിട്ടും ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും വേറെ ആരോട്ടില്ലതാനും. പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പോയാലും ഞങ്ങളെ ഒന്നും മറക്കരുത്. കവിത മോളെയും കൂട്ടി ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് വരണം. കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ. ഇന്ന് ഇനി വൈകിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ വിനുമോനെ വാ, അവിടെ ഒളിച്ചിരിക്കുകയാണോ? നന്നായി പഠിക്കണം കേട്ടോ, ഉഴപ്പി നടക്കരുത്. ഇതമോളെ പറഞ്ഞു കേട്ടോ. ഞങ്ങളെയൊക്കെ ഓർക്കോ? നമുക്ക് ഇവിടുന്ന് പോണ്ട അച്ഛാ. അച്ഛമ്മ എങ്ങോട്ട് കൊണ്ടുവന്നാ മതി. അച്ഛമ്മ വരണ്ടേ മോളെ? അച്ഛൻ വിളിക്കാഞ്ഞിട്ടാ? ഞങ്ങൾ ഇറങ്ങട്ടെ. വാ സോമ. കവിത എവിടെ? കവിതയോ? വല്ല വീക്കിലിൽ നോക്ക്. മൈലിലുള്ള ഹൈവേ ബ്രിഡ്ജിന് താഴെ രാത്രി 12 മണിക്ക് അവളെ കൊണ്ട് അവരെത്തും. സാർ, ഭരതമ്പിള്ള സാറിനൊരു കവറുണ്ട്. മകൾ അപ്രത്യക്ഷയായി എന്നറിഞ്ഞപ്പോ ഒരച്ഛൻ എന്ന നിലയ്ക്ക് താങ്കൾക്കുണ്ടായ വികാരം എന്തായിരുന്നു?
കവിതയ്ക്ക് മുൻപൊരു പ്രേമബന്ധമുണ്ടായിരുന്നുവെന്നും അവളെ തട്ടിക്കൊണ്ടുപോയത് മുൻ കാമുകനായിരിക്കുമെന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. കവിതയുടെ ആ പ്രേമബന്ധത്തിന്റെ കഥയറിയുവാൻ ഞങ്ങളുടെ വായനക്കാർ അടുത്ത ലക്കത്തിനായി ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ്. ബൈ ദ ബൈ, ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എഴുന്നേക്കടോ. നിന്നോടോ പറഞ്ഞ എഴുന്നേക്കാൻ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ മാനഹാനി വാരികയുടെ എഴുന്നേക്കടോ പട്ടി. ഞങ്ങൾ പത്രക്കാരോട് കളിച്ചാലുണ്ടല്ലോ. താനൊരു ചുക്കും ചെയ്യില്ല. മാനഹാനി തന്നെ പോലുള്ള പീറ പൈങ്കിലേക്ക് യൂസ്ലെസ്. ആ ഇത് അമ്മാവൻ അവരെ കൗണ്ടറിൽ ഏൽപ്പിച്ചിരുന്നതാണ്. എന്താ മോനെ പൊട്ടിച്ച്? ഒരു കാസറ്റും എഴുത്തുമുണ്ട്. മകളുടെ ജീവൻ. മകളുടെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് 24-ാം മൈൽ ഹൈവേ ബ്രിഡ്ജിന് താഴെ 10 ലക്ഷം രൂപയുമായി വരിക. സമയം തെറ്റിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്താൽ മകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന് ഒരു അജ്ഞാതൻ. അച്ഛൻ പണമായിട്ട് വന്നില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അച്ഛൻ പണമായിട്ട് വരുമോ? ഇവരെന്നെ കൊല്ലും അച്ഛാ. മോളെ, എന്റെ മോളെ, മോളെ രക്ഷിക്കൂ. അമ്മാവ, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നമുക്കൂടെ പോലീസിൽ വിവരം അറിയിക്കാം. വേണ്ട, പോലീസിൽ അറിയിക്കണ്ട. അവരറിഞ്ഞാൽ എന്റെ മോളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട മോനെ, ഇത്രയും വലിയ തുക കൊടുക്കാനോ? എത്ര ലക്ഷം രൂപ പോയാലും എനിക്ക് എന്റെ മോളെ ജീവനോടെ കിട്ടിയാൽ മതി. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയും വേണ്ട. എന്ത് വില കൊടുത്തും നീ അവളെ രക്ഷപ്പെടുത്തണം. അവളാണ് എന്റെ എല്ലാം. എന്റെ എല്ലാ സ്വത്ത് നഷ്ടപ്പെട്ടാലും എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടരുത്. അത് മാത്രം എനിക്ക് സഹിക്കില്ല. അമ്മാവ, അത് അവരെ ചോദിക്കുന്ന എന്തും കൊടുക്കും. നീ ചെല്ലു മോനെ. നിൽക്ക്. പറഞ്ഞ തുക മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ടോ? മുഴുവൻ തുക ഇതിലുണ്ട്. 10 ലക്ഷം. ഇനിയെങ്കിലും കവിത എനിക്ക് വിട്ടുവരൂ. എന്റെ അമ്മാവൻ വളരെ അവശനിലയിലാണ്. അതെ, ഞാൻ തന്നെ. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താണെങ്കിലും കണക്കുകൂട്ടൽ ചെറിയൊരു പെശക് പറ്റി. അതുകൊണ്ടാണ് വീണ്ടും കാണേണ്ടി വന്നത്. ഇവൾ ആരാണെന്ന് എനിക്കറിയൂ. കുഞ്ഞുനാളിലെ എന്റെ കളിക്കൂട്ടുകാരി കവിത. ഇപ്പൊ അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അതിനാണെങ്കിൽ നീ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവളെന്റെ ഉറപ്പുണ്ട. ഇവളെ ഞാൻ കൊണ്ടുപോകും. കല്യാണ പന്തലിൽ നിന്ന് ഇവളെ തട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് പണം തന്ന നിന്റെ കൂടെ ഇനി ഇവളെ അയക്കാൻ എനിക്ക് വിശ്വാസമില്ല. എല്ലാത്തിനും കാരണക്കാരനവനാ.
അയ്യോ വേണ്ട. അയ്യോ വിടൂ പ്ലീസ്. അയ്യോ ഒന്നും ചെയ്യരുത്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? പറയാൻ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലി ചാകുന്നത്? എല്ലാം ഞാൻ പറയാം. കുട്ടിക്കാലം മുതലേ എന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു, കവിതയുടേത്. എന്റെ മുറപ്പെണ്ണ് എന്നും എന്റേത് മാത്രമായിരിക്കും ഞാൻ കരുതി. അവളെ ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചു. ഗൾഫിലായിരുന്നപ്പോഴും മനസ്സും നിറയെ അവളായിരുന്നു. പക്ഷേ എന്റെ കണക്കുകൂട്ടലായ അമ്മാവൻ തെറ്റിച്ചപ്പോ അമ്മാവനെതിരെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അതിനെ ഞാൻ കരുവാക്കിയത് വിനോദിനെയും. എന്നോട് ക്ഷമിക്കണം രണ്ടുപേരും.